Hello everyone, Techie Wizardന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് iPhone 13ന്റെ ക്യാമറയെ പറ്റിയാണ്. നമ്മുടെ ചാനൽ ഓൾറെഡി iPhone 13 അൺബോക്സ് ചെയ്തിട്ട് അതിന്റെ ഇനീഷ്യൽ ഓവർവ്യൂവും റിവ്യൂസും എല്ലാം നമ്മൾ ക്വിക്കായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയി നിങ്ങൾ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ ക്യാമറയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. അതായത് ഇതിന്റെ ക്യാമറയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളും ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് റിവ്യൂ എന്നൊക്കെ വേണേൽ പറയാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഇതിലത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് എന്താ നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. 2021 ആപ്പിൾ iPhone 13 എന്ന് പറയുന്ന ബേസ് മോഡൽ ശരിക്കും മത്സരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ iPhone 12 Pro Maxുമായിട്ടാണ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പ് എൻഡ് മോഡലുമായിട്ട്. അങ്ങനെ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. 12 Proയ്ക്ക് പോലും ഇല്ലാതെ 12 Pro Maxന് മാത്രമായിട്ട് കൊണ്ടുവന്ന സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമറ സെൻസേഴ്സ്, അതുപോലെ കുറേ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ 13ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേസ് മോഡൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല DxO മാർക്ക് നോക്കുവാണെങ്കിൽ 12 Pro Maxന് നമുക്ക് ലഭിച്ചിരുന്ന പോയിന്റ് 130/98 എന്ന് പറയുന്ന പോയിന്റാണ്. 13 നോക്കുവാണെങ്കിൽ 130/99 ആണ്. രണ്ടും ഏകദേശം സെയിം, അല്ലെങ്കിൽ 12 Pro Maxനേക്കാൾ കുറച്ചുകൂടെ മികച്ചതാണ് iPhone 13. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നോർമലി വരുന്ന പോലത്തെ ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സിനിമാറ്റിക് മോഡ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, പാനോറമ എന്നീ മോഡ്സാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാമറ നോക്കുവാണെങ്കിൽ ഇൻക്ലൈൻഡ് സെറ്റപ്പിൽ വെച്ചിരിക്കുന്ന 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സെൻസേഴ്സ് നോക്കുവാണെങ്കിൽ 47% മോർ ലൈറ്റ് കൺസ്യൂം ചെയ്യുന്ന സെൻസേഴ്സുമാണ്. ഇതിൻ്റെ UI പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആപ്പിൾ ഐഫോണിൻ്റെ iOS വൺ ഓഫ് ദി ബെസ്റ്റ് UI ആണ്. ഇതിൻ്റെ ക്യാമറ UI എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. ഇവർ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോ മോഡ്സിലൊക്കെ നമുക്ക് വരുന്ന ടൈപ്പിലുള്ള കുറച്ച് വാംത്തും കൂളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ആക്ച്വലി വൺ ഹാൻഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ വൺ ഹാൻഡിൽ നമുക്ക് എത്രത്തോളം സിമ്പിളായിട്ട് ഉപയോഗിക്കാവോ അത്രത്തോളം സിമ്പിളായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് നോക്കുവാണെങ്കിൽ 6 സ്റ്റൈൽസിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡെപ്ത് സെൻസേഴ്സ് ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ മികച്ച UI തന്നെയാണ്, വളരെ മികച്ച UI എക്സ്പീരിയൻസ് തന്നെയാണ് iPhone 13ൽ നമുക്ക് ലഭിക്കുന്നത്. കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഫോട്ടോഗ്രാഫി സ്റ്റൈൽസും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫിൽറ്റേഴ്സ് ആണ്. അവരത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ മികച്ചതായിട്ട് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പോർട്രേറ്റ് മോഡിൽ തന്നെ അഡ്വാൻസ്ഡ് ബൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഐഫോണിൻ്റെ പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ ഒപ്റ്റിമൈസേഷൻ ഉള്ളതും നല്ല കൃത്യമായിട്ട് വരുന്ന രീതിയിലുള്ള പോർട്രേറ്റ് ലൈറ്റിംഗ് എഫക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ 2 ക്യാമറയും 12 മെഗാ പിക്സൽ വെച്ചാണ്. അൾട്രാ വൈഡ് നോക്കുവാണെങ്കിൽ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ട്രൂ ആയിട്ടുള്ള കളേഴ്സാണ് ഇത് സെൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്രിസ്പിനെസ് ആയാലും ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം അടിപൊളി തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറ വർത്ത് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു കളേഴ്സ് നമുക്കത് വേണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വളരെ മിനിമലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിത് eye to eye കാണുന്ന പോലെ തന്നെ വളരെ മികച്ചതായിട്ട് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ നമുക്ക് സെൻസ് ചെയ്ത് കിട്ടുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K റെസൊല്യൂഷനിൽ നമുക്ക് 24, 25, 30, 60 എന്നീ FPS വേരിയൻസിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. 1080p, 25, 30, 60 അതുപോലെ തന്നെ 720p 30ൽ നമുക്ക് എടുക്കാൻ പറ്റും. HDR റെക്കോർഡിംഗ് നമുക്ക് ഡോൾബി വിഷനോട് കൂടി തന്നെ 4K ആയിട്ട് 60 FPS എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സിനിമാറ്റിക് മോഡ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമാറ്റിക് മോഡ് അല്ലെങ്കിൽ ബൊക്കെ മോഡ് എന്ന് പറയുന്ന ഫീച്ചർ ഓപ്പോയും OnePlusഉം ഒക്കെ ഓൾറെഡി ഇറക്കിയതാണ്, അതിൽ നിന്ന് എന്ത് മികച്ചാണ് ഇതിലുള്ളതെന്ന്. ബേസിക്കലി നമുക്കിത് അതിൽ കിട്ടുന്ന ബൊക്കെ മോഡല്ല. എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബൊക്കെ ഉണ്ട്, ഒരു മീഡിയം ബൊക്കെ വരുന്നുണ്ട്. ആ തരുന്ന ബൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ഗ്ലിച്ചസോ നമുക്കൊന്നും അതിൽ കാണാൻ പറ്റത്തില്ല. അതിലുപരി ഇതിൻ്റെ ഫോക്കസിങ് സ്പീഡും ഫോക്കസിങ് ക്വാളിറ്റിയുമാണ്. അതായത് നമ്മളിപ്പോൾ ബേസിക്കലി 2-3 പേര് നമ്മൾ മെയിൻ ഫ്രെയിമിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ മെയിൻ ഫോക്കസിൽ നിൽക്കുന്ന ആൾ ജസ്റ്റ് ഒന്ന് തല കുനിക്കുക അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടൊന്ന് തിരിക്കുകയാണെങ്കിൽ അടുത്ത ആളിലേക്ക് ഇതിൻ്റെ ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതിൻ്റെ സ്പീഡാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒരിക്കലും ഞാൻ ഈ ഒരു ഫീച്ചർ 100% എഫിഷ്യൻ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ്, എന്നാൽ പോലും വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്ക് ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വ്ലോഗിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആവും. ഇതിൻ്റെ ബൊക്കെയൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. എനിക്കിതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളുടെ മെയിൻ ഫോക്കസ് മാറി അടുത്ത ഫോക്കസിലേക്ക് പോകുന്നത് മാത്രമല്ല, അത് മാനുവലി നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫേസസ് മാത്രമല്ല ഒബ്ജക്ട്സിൻ്റെ ആയാലും. എന്നെ സംബന്ധിച്ച് വീഡിയോഗ്രാഫിയിൽ ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് നല്ല രീതിയിലുള്ള കുറേ വിഷ്വൽസ് അതിൽ സിനിമാറ്റിക് മോഡ് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് മോഡിനെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ iPhone 13 സ്ക്രീനിൽ കാണുന്നതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ശരിക്കുമുള്ള ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വെളിയിൽ കാണുന്നതാണ്. 0% ലൈറ്റ് നിങ്ങൾക്ക് വെളിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരാൾ നിൽക്കുന്ന തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ iPhone 13ലെ ഈ ഒരു കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് ആണെങ്കിൽ പോലും നമുക്ക് ആ കിട്ടുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് 100% വാല്യൂബിൾ ആണ്. 0% ലൈറ്റിൽ നമുക്ക് കിടുക്കൻ ഫോട്ടോസ് തന്നെ എടുക്കാൻ പറ്റും. 12 Pro Maxൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു ഫീച്ചർ തന്നെയാണ്. അത്
13ലും വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് മോഡ് വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനെ പറ്റിയാണ്. ആസ് യു ഗൈസ് നോ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. സെൻസറോട് ഷിഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 100% വർത്ത് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളൊരു വ്ളോഗർ ആയിക്കോട്ടെ, നിങ്ങളൊരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറാസിൽ നിന്ന് പേഴ്സണലായിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്മൂത്ത് ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ബട്ടറി ലൈക്ക് ഫ്ലോ ആണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ഗിംബൽ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ നോർമലി എടുക്കുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആണ്. ഗിംബലിൻ്റെ ആവശ്യമില്ല. കൂടാതെ ഇത് കോമ്പാക്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നല്ലപോലെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓടുകയാണെങ്കിൽ പോലും യു ക്യാൻ സീ ദാറ്റ് ആ ഒരു സ്റ്റെബിലൈസേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അത് മാത്രമല്ല, കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്യുറേറ്റ് കളേഴ്സാണ് നമുക്കിതിൽ വരുന്നത്. കളർ ആക്യുറസി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ OLED പാനൽ ഇത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. കറക്റ്റ് എന്താണോ നമ്മൾ എടുക്കാൻ പോകുന്നതിൻ്റെ കളർ eye-to-eye നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് നമുക്കിത് ക്യാപ്ചർ ചെയ്യുമ്പോഴും. അതിൻ്റെ ആ ഒരു ഡെപ്തും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റിക് മോഡിലായാലും നമുക്ക് വേണമെങ്കിലും 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൂക്കളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനുവലി സ്വിച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ റിവ്യൂവിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, നമ്മുടെ iPhone 13ൻ്റെ ബാക്കിൽ ഒരു സ്കിന്ന് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗാഡ്ജറ്റ് ഷീൽസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഗാഡ്ജറ്റ് ഷീൽസിൻ്റെ ഒരുപാട് സ്കിന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈൽ ഞാൻ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്ത് നോക്കിയത്. ഞാൻ ഡെഫിനറ്റ്ലി എപ്പോഴത്തെയും പോലെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിലത്തെ അടിപൊളി സ്കിൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിനും അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്കിൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ലുക്ക് കൂട്ടാനും അതുപോലെ തന്നെ ഗ്രിപ്പൊക്കെ കൂട്ടാൻ ഈ ഒരു സ്കിൻ ഉപകാരപ്പെടും. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ലഭിക്കുന്നത്. അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി സ്റ്റൈൽസും സിനിമാറ്റിക് മോഡും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 4K ആയിട്ട് 60 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റെബിലൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോഴും വളരെ മികച്ച സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗേഴ്സിനൊക്കെ ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സ്ലോ മോഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1080p നമുക്ക് 120 അല്ലെങ്കിൽ 240 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിലും ആവറേജ് ക്വാളിറ്റിയാണ്, അത്രയുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പല ബ്രാൻഡ്സും ഇപ്പോൾ 240 അല്ല, അതിൽ കൂടുതൽ FPS നൽകുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഇതുവരെ കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്ലോ മോഷന് ഭയങ്കരമായിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തത്. iPhone 13ൻ്റെ പല കാറ്റഗറിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾ പ്രതീക്ഷയെങ്കിൽ അതിന് വേറെ വീഡിയോ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു ക്യാമറ ഒപ്പീനിയൻ, ഇതൊരു ക്യാമറ റിവ്യൂ ഡീറ്റെയിൽഡ് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റിയുള്ള എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് ആണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഈ ഒരു iPhoneൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട്, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, മിനി എന്ന് പറയുന്ന 13 മിനിയിലും നമുക്ക് ഇതേ പെർഫോമൻസ് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ പുതിയ iPhone ലോഞ്ച് ആകുമ്പോൾ ഇതൊരു 50,000-നും അതുപോലെ മിനി നമുക്ക് ഒരു 40,000 അണ്ടറിലൊക്കെ കിട്ടുവാണെങ്കിൽ വലിയൊരു ലാഭം തന്നെയായിരിക്കും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ സ്കിന്ന് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പല മോഡൽസിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതേത്തെ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.